സദാശിവസമാരംഭാം ശങ്കരാചാര്യമധ്യമാം അസ്മദാചാര്യപര്യന്താം വന്ദേ ഗുരുപരമ്പരാം. ശ്രീ ഗുരുഭ്യോ നമഃ. ജാനകീകാന്തസ്മരണം. ജയ ജയ രാമ രാമ. അഭിവന്ദ്യരായ ശ്രോതാക്കൾക്ക് എൻ്റെ സാദര പ്രണാമം. ഉത്തരരാമായണ പഠനം 29-ാം ദിനത്തിലേക്ക് എല്ലാ സജ്ജനങ്ങൾക്കും സ്വാഗതം അരുളുന്നു. ഇന്നത്തെ പാരായണ ഭാഗം 3-ാം അധ്യായത്തിൽ 1193-ാമത്തെ വരി മുതലാണ്. അശ്വമേധയാഗം. ഇതിനു മുമ്പ് കഴിഞ്ഞ ദിവസം നമ്മൾ പാരായണം ചെയ്ത് നിർത്തിയത് അശ്വമേധ മാഹാത്മ്യമാണ്. രാമദേവനും സഹോദരന്മാരും തമ്മിൽ യാഗം ചെയ്യണമെന്ന കാര്യത്തിൽ ചർച്ചയുണ്ടായി. ഏത് യാഗമാണ് ചെയ്യേണ്ടുന്നത് എന്നത് അവർ ചർച്ച ചെയ്ത് തീരുമാനിക്കപ്പെട്ടു. അതിന് ആധാരമായി ചില കഥകളും വ്യക്തമാക്കണം. ഇനി നമുക്ക് പാരായണം തുടരാം. ജാനകീകാന്തസ്മരണം. ജയ ജയ രാമ രാമ. ഹരിശ്രീ ഗണപതയേ നമഃ. അവിഘ്നമസ്തു. തദനു സൗമിത്രിയോടരുളി ചെയ്തു രാമൻ വിധിനന്ദനായ വസിഷ്ഠമുനിയെയും വാമദേവാദികളാം താപസേന്ദ്രന്മാരെയും ഭൂമിദേവന്മാരെയും ഝടിതി വരുത്തുക. അതിനുശേഷം ലക്ഷ്മണനോട് രാമദേവൻ പറയുകയുണ്ടായി, വിധിനന്ദനായ ബ്രഹ്മപുത്രനായ വസിഷ്ഠമുനിയെയും വാമദേവാദികളായ മാമുനി ശ്രേഷ്ഠന്മാരെയും പിന്നെ ഭൂമിദേവന്മാരെയും, ഭൂമിദേവന്മാരെന്ന് പറഞ്ഞാൽ ബ്രാഹ്മണന്മാർ, വേഗം വരുത്തുക. അതായത് അശ്വമേധയാഗത്തിനുള്ള ഒരുക്കങ്ങൾ തുടങ്ങിക്കഴിഞ്ഞു. സമോദം സുഗ്രീവാദിവാനരേന്ദ്രന്മാരെയും രക്ഷോവീരന്മാരോടും കോടിമദ്ഭക്തനാകും രക്ഷസാമ്പതി വിഭീഷണനും വന്നിടണം. സുഗ്രീവാദി വാനരശ്രേഷ്ഠന്മാരെ വരുത്തണം. പിന്നെ ലങ്കയിൽ സന്ദേശം അയക്കണം. ലങ്കയിലേക്ക് എൻ്റെ ഭക്തനായ വിഭീഷണനും അവിടെയുള്ള മറ്റ് രാക്ഷസ ശ്രേഷ്ഠന്മാരും ഈ യാഗത്തിന് അതിഥികളായിട്ട് എത്തിക്കൊള്ളണം. രാമദേവന്റെ സഹജീവികളോടുള്ള സ്നേഹവാത്സല്യത്തെയാണ് വിളിച്ചറിയിക്കുന്നത്. താൻ നടത്താൻ പോകുന്ന അശ്വമേധയാഗത്തിൽ വാനരന്മാർ, രാക്ഷസന്മാർ, നിഷാദന്മാർ എന്നുവേണ്ട നാനാപ്രകാരത്തിലുള്ളവരെല്ലാവരും എത്തിക്കൊള്ളണം എന്നതാണ് അദ്ദേഹത്തിന്റെ ആഗ്രഹം. ദിക്കുകൾ തോറും അശ്വം നടത്തി വന്നിടു നീ ലക്ഷ്മണ, കാലമേതും വൈകരുതറിക നീ. ലക്ഷ്മണ, ഒട്ടും വൈകാതെ ആ യാഗാശ്വത്തെയും കൊണ്ട് നീ ദിക്കുകൾ തോറും നടത്തി തിരിച്ചെത്തണം. സുരമന്ദിരം പോലെ നൈമിഷ ക്ഷേത്രത്തിങ്കൽ ഭരതൻ തീർപ്പിക്കണം യാഗശാലയും ദ്രുതം. സുരമന്ദിരം പോലെ, സ്വർഗം പോലെ നൈമിഷാരണ്യത്തിൽ ആ യാഗശാല, യജ്ഞശാല മനോഹരമായി അവിടെ തീർപ്പിക്കണം. അതിന് ചുമതല ആർക്കാണ്? ഭരതന്. ഭൂപതിമാർക്ക് വസിപ്പാനുള്ള ഗൃഹങ്ങളും താപസേന്ദ്രന്മാർക്കിരിപ്പാനുള്ള ഗൃഹങ്ങളും ചതുരംഗത്തിനു വാണിടുവാൻ ശാലകളും സദനങ്ങളും നാനാവർണികൾക്കിരിപ്പാനായി അങ്ങാടിത്തെരുവുകൾ വൈശ്യമന്ദിരങ്ങളും
മംഗളഗൃഹങ്ങൾ വിദ്വാൻമാർക്ക് വസിപ്പാനായി ഭണ്ഡാരം വെപ്പാനാപവരകം വിചിത്രമായി മണ്ഡപങ്ങളും മഹാസൗധ ഗോപുരങ്ങളും ധനധാന്യാദികളും നടത്തി വെച്ചിടുക മുനിവിപ്രാദികൾക്കു ദാനം ചെയ്യുവതിനായി. ഇനി എന്തൊക്കെയാണ് തയ്യാറാക്കേണ്ടുന്നത്? ഭൂപതിമാർക്ക് പ്രത്യേകം ക്ഷണിക്കപ്പെട്ടിട്ടുള്ള രാജാക്കന്മാർക്ക് താമസിക്കാനുള്ള യഥോചിതമായ ഗൃഹങ്ങൾ, താപസേന്ദ്രന്മാർ മുനിമാർക്കിരിക്കാനുള്ള ഗൃഹങ്ങൾ, അങ്ങനെ ഓരോരുത്തരുടെയും നില അനുസരിച്ച് പ്രത്യേകം താമസ സൗകര്യം ഏർപ്പെടുത്തണം. പിന്നെ എന്താ പറഞ്ഞത്? ചതുരംഗത്തിന് പണിയിടുവാൻ ചതുരംഗപ്പടയ്ക്ക് അവർക്കും താമസിക്കാനുള്ള സ്ഥലങ്ങൾ ഒരുക്കണം. നാനാവർണ്ണികൾക്ക് ഇരിപ്പാനായിട്ട് ബ്രാഹ്മണ ക്ഷത്രിയ വൈശ്യശൂദ്രന്മാർക്കൊക്കെ പ്രത്യേകം അവരവരുടെ നിലയനുസരിച്ച് താമസ സൗകര്യം ഏർപ്പെടുത്തണം. അങ്ങാടി തെരുവുകൾ, അവിടെ വൈശ്യമന്ദിരങ്ങൾ, കച്ചവട സ്ഥലങ്ങളൊക്കെ ഉണ്ടാവണം. പിന്നെ ഭണ്ഡാരം വെക്കാനായിട്ട് അതിനുള്ള പ്രത്യേകം സജ്ജീകരിച്ച ഭണ്ഡാരപ്പുര ഉണ്ടായിരിക്കണം. പിന്നെ മണ്ഡപങ്ങളും മഹാസൗധ ഗോപുരങ്ങളും എന്ന് വേണ്ട ആ യാഗ സമാരംഭത്തിനുള്ള സർവ സജ്ജീകരണങ്ങളും വേഗം തയ്യാറാക്കുക. ധനധാന്യാദികളും നടത്തി വെച്ചിടുക. ദാനം ചെയ്യുവാനായിട്ട് മുനിമാർക്കും വിപ്രന്മാർക്കും ധനധാന്യാദികളും മറ്റും അവിടെ സംഭരിച്ചു വെക്കണം. സുമന്ത്രാദ്യമാത്യന്മാരരുൾ ചെയ്തവയെല്ലാം സാമോദം പ്രവർത്തിച്ചാരമിതാനന്ദത്തോടെ. അയോധ്യയിൽ ഉത്സവത്തിമിർപ്പാണ്. എല്ലാവരും ഉത്സാഹത്തോടു കൂടി അവരവരെ ഏൽപ്പിച്ച എല്ലാ കാര്യങ്ങളും ചെയ്തു തീർത്തു. സുമന്ത്രാദ്യമാത്യന്മാർ, സുമന്ത്രർ മുതലായ മന്ത്രിമാരും എല്ലാവരും കൂടി സന്തോഷത്തോടു കൂടി അവരവര് ആ കാര്യങ്ങളെല്ലാം ചെയ്തു തീർത്തു. രാഘവൻ ചതുരംഗവാഹിനിയോടും കൂടി ചതുരംഗവാഹിനിയോടും പുനരാകുലം കൂടാതെ കണ്ട അഖിലവാദ്യത്തോടും ശോഭനമുഹൂർത്തേന പ്രസ്ഥാനം ചെയ്തു പരമാഭോഗോത്സവം ചെന്നു നൈമിഷക്ഷേത്രം പുക്കാൻ. രാമദേവൻ ആ യജ്ഞഭൂമിയായി തിരഞ്ഞെടുത്ത നൈമിഷാരണ്യത്തിലേക്ക് സർവ സജ്ജീകരണങ്ങളോടും കൂടി സർവ അലങ്കാരങ്ങളോടും കൂടി ചതുരംഗപ്പടയോടും അഖില വാദ്യത്തോടും വാദ്യഘോഷത്തോടും ശുഭമുഹൂർത്തത്തിൽ അയോധ്യയിൽ നിന്ന് പ്രസ്ഥാനം ചെയ്തു. നൈമിഷ ക്ഷേത്രത്തിലെത്തി. തൽക്കാലേ മുനീന്ദ്രന്മാർ ഭൂദേവപ്രവരരും സൽക്കവി മുഖ്യന്മാരും നർത്തകിമാരും വന്നാർ. അപ്പോഴേക്കും അവിടെ മുനീന്ദ്രന്മാരും ഭൂദേവപ്രവരന്മാരും ബ്രാഹ്മണന്മാരും ആസ്ഥാന കവികളും പിന്നെ നർത്തകിമാരും ഒക്കെ അവിടെ എത്തിക്കഴിഞ്ഞു. തങ്ങൾക്കുള്ളൊരു വിരുതും വാദ്യങ്ങളും മങ്ങാതെ ചതുരംഗമാകിയ സൈന്യത്തോടും തങ്ങളാലായ സൽക്കാരങ്ങളും എടുപ്പിച്ച് തുങ്കന്മാരായ മഹീപാലരും വന്നിടിനാർ. ഓരോ രാജാക്കന്മാരും അവരവരുടെ നിലയ്ക്കും കഴിവിനും അനുസരിച്ച് എന്താ പറയുന്നത്, സമ്മാനങ്ങളുമായിട്ട് അവരവരുടെ സൈന്യ ചതുരംഗപ്പടയോടും കൂടി അവിടെ എത്തി. ആകുലമന്യേ അവരേക നായകനായ
രാഘവൻ തന്നെ കണ്ടു കാഴ്ചയും വെച്ച ശേഷം അവർക്ക് രാമൻ തിരുവടികളെ കണ്ട് അവരവർ കൊണ്ടുവന്നിരുന്ന ആ കാഴ്ചകളൊക്കെ അദ്ദേഹത്തിന് സമർപ്പിച്ചു. കൈകേയി സുതസുമന്ത്രാദികൾ ബഹുമാനിച്ചേ കൈക ഗൃഹം തോറും സൽക്കരിച്ചിരുത്തിനാർ. കൈകേയി സുതൻ ഭരതനാണ് അവരെയൊക്കെ സ്വീകരിക്കേണ്ട ചുമതല. അപ്പോൾ അദ്ദേഹവും സുമന്ത്രാദികളായ മന്ത്രിമാരും കൂടി ഈ വന്ന രാജാക്കന്മാരെയൊക്കെ സ്വീകരിച്ച് യഥോചിതമായ പാർപ്പിടത്തിലേക്ക് അവരെ ആനയിച്ചു. ഭോജന സുഗന്ധാനുലേപനാദികളാലെ രാജഭോഗങ്ങൾ കൊണ്ടു പൂജിച്ചു യഥോചിതം. അവർക്ക് മൃഷ്ടാന്ന ഭോജനമൊക്കെ ഒരുക്കി അണിയാനുള്ള സുഗന്ധ ലേപനങ്ങളും ഒക്കെ കൊടുത്തു. ആ രാജഭോഗങ്ങൾ കൊണ്ട് അവർ ഒക്കെ തൃപ്തിയായി. ലക്ഷ്മണൻ കുതിരയും നടത്തിക്കൊണ്ടുവന്നാൻ, രാക്ഷസപ്രവരനൻ വൻപടയോടും വന്നാൻ. ലക്ഷ്മണൻ ഈ ആകാശത്തെയും കൊണ്ട് ഇറങ്ങിക്കഴിഞ്ഞു. അപ്പോഴേക്കും അതാ രാക്ഷസപ്രവരൻ, അതായത് വിഭീഷണൻ അവിടെ എത്തിക്കഴിഞ്ഞു. അദ്ദേഹത്തിൻ്റെ കൂടെയുള്ള ചതുരംഗപ്പടയോടുമായിട്ട് ഭാസ്കരപുത്രൻ കവിസേനയുമായി വന്നാൻ. ഭാസ്കര ശിഷ്യനായ ശ്രീ ഹനുമാനും വന്നാൻ. ഭാസ്കരപുത്രൻ സുഗ്രീവൻ കിഷ്കിന്ധയിലെ പടയുമൊക്കെയായിട്ട് അദ്ദേഹവും എത്തിക്കഴിഞ്ഞു. ഭാസ്കര ശിഷ്യൻ ശ്രീ ഹനുമാൻ സൂര്യന്റെ ശിഷ്യനാണ്. അതാണ് ഇവിടെ ഭാസ്കര ശിഷ്യൻ എന്ന് പറഞ്ഞത്. വിദ്യാഭ്യാസത്തിനായിട്ട് ഹനുമാൻ തിരഞ്ഞെടുത്തത് സൂര്യനെയാണ്. ഒരു പകല് കൊണ്ടാണ് അദ്ദേഹം സൂര്യനഭിമുഖമായിട്ട്, അതായത് സൂര്യൻ സഞ്ചരിക്കുമ്പോൾ സൂര്യന്റെ കൂടെ സൂര്യനഭിമുഖമായിട്ട് സഞ്ചരിച്ച് പുറകോട്ട് നടന്നിട്ട് ഒരു പകല് കൊണ്ട് 4 വേദങ്ങളും 6 ശാസ്ത്രങ്ങളും 108 ഉപനിഷത്തുകളും ഒക്കെ ഹനുമാൻ ഹൃദിസ്ഥമാക്കി എന്നാണ് പറയപ്പെടുന്നത്. അതാണ് ഭാസ്കര ശിഷ്യൻ ഹനുമാന്റെ കഴിവ്. മാനുഷ നിശാചര വാനര വീരരെല്ലാം മാനസമൊരുമിച്ചു തങ്ങളിൽ അഭേദമായി തന്നുടെ ഗുരുവായ വസിഷ്ഠ നിയോഗത്താൽ പൊന്നുകൊണ്ടൊരു സീത തന്നെയും നിർമ്മിച്ചുടൻ രാഘവൻ തിരുവടി യാഗവും ദീക്ഷിച്ചിതു. നാഗവാസികളെല്ലാം ആവിർഭാഗവും കൊണ്ടാർ. മനുഷ്യന്മാരും വാനരന്മാരും രാക്ഷസന്മാരും നിഷാദന്മാരും മുനികളും ബ്രാഹ്മണരും സാധാരണക്കാരും ചേർന്നുള്ള ഒരു ഏക മൈത്രി ഭാവം ആ യജ്ഞത്തിൻ്റെ ഒരു പ്രത്യേകതയായിരുന്നു. അവരവരുടെ കടമകളൊക്കെ അവിടെ നിർവഹിച്ചുകൊണ്ടിരുന്നു. തന്നുടെ ഗുരുവായ രാമദേവൻ ഗുരുവിന്റെ നിയോഗത്താൽ പൊന്നുകൊണ്ടൊരു സീത തന്നെ നിർമ്മിച്ചുടൻ. ഏത് യജ്ഞത്തിനും ദമ്പതികളാണ് ഇരിക്കേണ്ടുന്നത്. അപ്പൊ ഇവിടെ സീതാദേവിയെ ഒരുപക്ഷെ രാമദേവൻ ഒഴിച്ചെല്ലാവരും മറന്നു കഴിഞ്ഞു കാണും. വർഷങ്ങൾ 10-12 കഴിഞ്ഞുവല്ലോ. ഇവിടെ യജ്ഞം നടത്തുമ്പോൾ ദമ്പതിമാരാണ് ഇരിക്കേണ്ടത്. പതി പത്നി സമേതമാണ് യജ്ഞം നടത്തുന്നത്, യജമാനും യജമാനത്തിൽ. അപ്പോ ആ കുറവ് പരിഹരിക്കാൻ വസിഷ്ഠൻ നിർദ്ദേശിച്ച മാർഗമാണ് സ്വർണം കൊണ്ട് ഒരു സീതയെ ഉണ്ടാക്കി ഇടത്തുവശത്ത് ഇരുത്തുക.
അങ്ങനെ രാഘവൻ തിരുവടിയാകവും ദീക്ഷിച്ചിതു. യാഗം തുടങ്ങിക്കഴിഞ്ഞു. വിധിപ്രകാരം രാമൻ ദീക്ഷ ആചരിച്ചു. നാക്കവാസികളെല്ലാം ഹവിർഭാഗവും കൊണ്ട ദേവന്മാർക്ക് യജ്ഞത്തിന് വീതമുണ്ടല്ലോ, ഓരോരോ വീതം, ഇന്ന ആൾക്ക് ഇന്ന, അത് ആ യജ്ഞവീതങ്ങളൊക്കെ അവർ വന്ന് കൈപ്പറ്റി കാമ്യങ്ങളായ ധനധാന്യാദി വസ്തുക്കളും ബ്രാഹ്മണർക്ക് അനവധി നൽകിനാരെല്ലാവരും. ബ്രാഹ്മണന്മാർക്ക് ധാരാളം ധനങ്ങളും എന്താ പറയുന്നത് ധനധാന്യാദി ധാന്യങ്ങളും അങ്ങനെ അവർക്ക് വേണ്ടുന്നതെല്ലാം ദാനം ചെയ്തു. വസ്ത്ര കാഞ്ചന രത്ന ഗോഭൂമി ഗ്രാമങ്ങളും വസ്ത്രങ്ങൾ സുവർണ രൂപ്യങ്ങളായുള്ളവയും ഭോജനദാനങ്ങളും എന്തു ചൊല്ലാവതോർത്താൽ ഭാജനമെല്ലാവർക്കും സുവർണമയമത്രേ. യജ്ഞം ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ്. സ്വർണം, വസ്ത്രം, പശുക്കൾ, ഭൂമി, വിഗ്രഹങ്ങൾ, സുവർണ ചഷകങ്ങൾ, രത്നാഭരണങ്ങൾ എന്നിവ ഇങ്ങനെ നിർലോഭം ദാനം ചെയ്യപ്പെട്ടുകൊണ്ടിരിക്കുന്നു. അവർ, അതായത് മഹാമുനികളും രാജാക്കന്മാരും ബ്രാഹ്മണന്മാരും എന്ന് വേണ്ട നാനാജാതി മനുഷ്യർക്കും ഇവയൊക്കെ കിട്ടിക്കൊണ്ടിരിക്കുന്നു. അവർക്ക് ഉണ്ടായിരിക്കുന്ന സന്തോഷത്തിന് അതിരില്ല. ഉർവീ ബാലേന്ദ്രന്മാരും ഉർവീ ദേവന്മാരും സർവാഭീഷ്ടവും ലഭിച്ചേറ്റവും ആനന്ദിച്ചാർ. രാജാക്കന്മാരും ഉർവീ ദേവേന്ദ്രന്മാർ ബ്രാഹ്മണന്മാരും ഒക്കെ അവരുടെ എല്ലാ ആഗ്രഹങ്ങളും സാധിച്ച് പരിപൂർണ സംതൃപ്തരായി എന്നാണ് ഇവിടെ അറിയിക്കുന്നത്. മർത്യാമർത്യാദി ജന്തു സഞ്ചയം തൃപ്തി പൂണ്ടാരിദ്ധമാരാനും യാഗം ചെയ്തവാറുണ്ടോ കേൾപ്പാൻ. സൂത്രാമാകൃതാന്തനും പാശിയും ശശാങ്കനും പ്രദ്യുമ്നാദികളും പണ്ടിങ്ങനെ ചെയ്തീലാരും. വന്നവരെല്ലാം ആ യാഗത്തെ പറ്റി പ്രകീർത്തിക്കുകയാണ്. എല്ലാവരും തൃപ്തിപ്പെടുകയും ചെയ്തു. എന്നിട്ട് പറയുന്നത് എന്താണ്? ഇങ്ങനെ ആരും ഒരു യാഗം ഇതുവരെ നടത്തിയിട്ടില്ല. അത് ഇന്ദ്രനായാലും ശരി, കൃതാന്തൻ കാലനായാലും ശരി, വരുണനായാലും ശരി, ആരായാലും ഇതിനു മുമ്പ് ഇങ്ങനെ ഒരു യാഗം നടത്തിയിട്ടില്ല. മർക്കട രാത്രിഞ്ചരന്മാരൊരുമിച്ച് വിത്തമധ്യർത്ഥം വാരിക്കോരിദാനങ്ങൾ ചെയ്താർ. മർക്കട രാത്രിഞ്ചരന്മാർ, അതായത് ലങ്കയിൽ നിന്ന് വന്നിട്ടുള്ള രാക്ഷസന്മാര്, വാനരന്മാര്, മറ്റ് അതിനുവേണ്ടി ഏർപ്പാടാക്കിയിട്ടുള്ള ആൾക്കാര്, ഇവരെല്ലാവരും കൂടിയാണ് ദാനം ചെയ്യുന്നത്. രാമദേവന്റെ നിയോഗപ്രകാരം യഥേഷ്ടം ധനം വാരിക്കോരിയാൻ കൊടുക്കുകയാണ്, യാതൊരു എണ്ണവുമില്ലാതെ. സൂര്യവംശാലങ്കാരഭൂത രാഘവ ജയ ശൗര്യവാരിധേ ജയ രാവണാന്തക ജയ രാമരാജേന്ദ്ര ദശരഥ നന്ദന ജയ രാമ കൗസല്യാത്മജ ഭാഗ്യവാരിധേ ജയ. യുദ്ധമോരോരോ ജനം 10 ദിക്കിലും നിന്ന് ഭക്തവത്സനെ കൊണ്ട് ആദ്യന്തം സ്തുതിക്കുകയും അശ്രാന്തമശ്വമേധമീദൃശം വർത്തിക്കുന്നാൾ വിശ്രുതനായ മുനിമുഖ്യനാം വാൽമീകിയും ഋഷ്യകാരാന്തേ കുശലവന്മാരായ നിജശിഷ്യന്മാരുമായി വന്നു പുക്കാനെന്നറിഞ്ഞാലും എല്ലാവരും രാമദേവനെ
പ്രകീർത്തിക്കാൻ തുടങ്ങി. രാജാവേ ദശരഥനന്ദന, രാമ ജയിക്കട്ടെ, അങ്ങ് ജയിക്കട്ടെ. ഇങ്ങനെ 10 ദിക്കിലും ഉള്ള ആ ജനങ്ങൾ പല വിധത്തിൽ പ്രകീർത്തിക്കുകയാണ് അദ്ദേഹത്തെ. ഈ സമയത്ത് അതാ പ്രസിദ്ധനായ മഹർഷി ശ്രേഷ്ഠൻ വാൽമീകി തൻ്റെ ശിഷ്യന്മാരായ ലവകുശന്മാരുമായിട്ട് ആ യജ്ഞവാടത്തിലേക്ക് എത്തി എന്നാണ് ഇവിടെ പറയുന്നത്. പക്ഷേ ലവകുശന്മാര് യാഗാശ്വത്തെ പിടിച്ചു കെട്ടിയെന്നും ആശ്വത്തെ വീണ്ടെടുക്കാൻ ചെന്ന രാമദേവന്റെ എല്ലാ പടയാളികളെയും മോഹനാസ്ത്രത്താൽ മയക്കിയെന്നും ലക്ഷ്മണൻ ആണല്ലോ യാഗാശ്വത്തെ നയിച്ച് ഇതറിഞ്ഞ ലക്ഷ്മണൻ എത്തി ബാലകന്മാർ രാമദേവന്റെ കുട്ടികളാണ് എന്ന് മനസ്സിലാക്കുകയുണ്ടായി. അദ്ദേഹം സ്വയം അവർക്ക് കീഴ്പ്പെടുകയായിരുന്നു എന്നും പിന്നീട് ഇതറിഞ്ഞ രാമദേവൻ അവിടെ വിഭീഷണനെയും സുഗ്രീവനെയും ഹനുമാനെയും ഒക്കെ ആകാശത്തെ വീണ്ടെടുക്കാൻ പറഞ്ഞയക്കുകയുണ്ടായി. ലവകുശന്മാരാണ് അതിനെ പിടിച്ചു കെട്ടിയത് എന്നൊന്നും അവിടെ അറിവുണ്ടായിരുന്നില്ല. എന്നാൽ അവരെയും ലവകുശന്മാർ മോഹനാസ്ത്രത്താൽ മയക്കി അവസാനം ഈ ഹനുമാനെ കളിപ്പാൻ കൊള്ളാവുന്ന ഒരു കുരങ്ങെന്ന് പറഞ്ഞ് മയക്കി അവര് കെട്ടിവലിച്ചുകൊണ്ട് ആശ്രമത്തിൽ ചെന്നു എന്നാണ് പറയുന്നത്. അവിടെ നിന്നും അപ്പോഴാണ് ദേവി ഹനുമാനെ കാണുകയും ഉണ്ടായ കാര്യങ്ങളൊക്കെ മനസ്സിലാക്കുകയും അവിടെ നിന്ന് വാൽമീകിയുടെ അനുവാദത്തോടു കൂടി ഹനുമാനാണ് ലവകുശന്മാരെ യജ്ഞശാലയിലേക്ക് ആനയിച്ചത്. തൻ്റെ തോളിൽ തന്നെ ചുമന്നുകൊണ്ട് പോയി എന്നാണ് പറയുന്നത്. പക്ഷെ ഇവിടെ ആ കഥയൊന്നും പറഞ്ഞിട്ടില്ല. ഈ യാഗത്തെപ്പറ്റി, അശ്വമേധയാഗത്തെപ്പറ്റി അറിഞ്ഞ വാൽമീകി തൻ്റെ ശിഷ്യന്മാരെ അങ്ങോട്ട് പറഞ്ഞു വിടുകയാണ് ഉണ്ടായത്. പ്രത്യേക നിർദ്ദേശങ്ങളൊക്കെ കൊടുത്തിരുന്നു. അതെന്താണെന്ന് നോക്കാം. ബാലകന്മാരോട് അരുൾ ചെയ്തിതു വാൽമീകിയും, കാലേ പോയി രാമായണം നേരോടെ ഗാനം ചെയ്വിൻ. ഭൂദേവ മുനിവര ഭൂപാല സഭാ മധ്യേ മാധുര്യത്തോടു ഗാനം ചെയ്താലും രാമായണം. അപ്പോഴേക്കും അദ്ദേഹം രാമായണം എഴുതി കഴിഞ്ഞിരുന്നു. മുഴുവനായില്ല എന്ന് തോന്നുന്നു. എന്തായാലും അതെല്ലാം ലവകുശന്മാരെ പഠിപ്പിച്ചിരുന്നു. അതുകൊണ്ട് ബാലകന്മാരോട് പറയുകയാണ്, ആ യജ്ഞവാടത്തിൽ പോയി യജ്ഞശാലയിലേക്ക് പോകണം. അവിടെ ഭൂദേവന്മാർ, മുനിവരന്മാർ, ഭൂപാലന്മാർ ഇവരൊക്കെ ഉണ്ടാവും. ആ സഭാമധ്യത്തിൽ പോയിട്ട് മനോഹരമായി ഈ രാമായണത്തെ ഗാനം ചെയ്യണം നിങ്ങൾ. രാജാവ് വിളിപ്പിക്കിൽ നാണം കൂടാതെ ചെന്ന് രാജസന്നിധിയിങ്കലിരുന്നു ഗാനം ചെയ്യുവിൻ. മഹർഷിക്കറിയാം എന്തൊക്കെയാണ് സംഭവിക്കാൻ പോകുന്നതെന്ന്. ഈ അതിമാധുര്യമേറിയ രാമായണം ഗാനം ചെയ്യുമ്പോൾ രാജാവ് വിളിപ്പിക്കും. അപ്പോൾ യാതൊരു മടിയും കൂടാതെ നിങ്ങൾ രാജസന്നിധിയിൽ ചെന്നിട്ട് ആ ഗാനം തുടരണം. ഭൂപതി വീരൻ നിങ്ങളാരെന്ന് ചോദിക്കിലോ, താപസകുമാരന്മാർ ഞങ്ങളെന്നുര ചെയ്യുവിൻ. ഇനി അദ്ദേഹം ചോദിക്കും, തീർച്ചയായിട്ടും നിങ്ങൾ ആരാണ്? അപ്പോൾ പറഞ്ഞേക്കണം, ഞങ്ങള് താപസകുമാരന്മാരാണ്. നിങ്ങൾക്ക് സമ്മാനമായ ദാനം നൽകിയിടുകിൽ ഞങ്ങൾക്ക് ഫലമൂലമൊഴിഞ്ഞു വേണ്ട ധനം എന്നുറ ചെയ്തു വാങ്ങിയിടായേതും ധനം നിങ്ങളെന്നു ബോധിപ്പിച്ചയച്ചിടിനാൻ വാൽമീകിയും.
ഈ മാധുര്യമേറുന്ന രാമായണം നിങ്ങൾ ഗാനം ചെയ്യുമ്പോൾ തീർച്ചയായിട്ടും അദ്ദേഹം നിങ്ങൾക്ക് സമ്മാനം തരും. നിങ്ങൾക്കതൊന്നും വേണ്ട എന്ന് പറയണം. എന്താണ് പറയേണ്ടത്? ഫലമൂലങ്ങളൊഴിഞ്ഞ് നിങ്ങൾക്കൊന്നിലും ആഗ്രഹമില്ല. അതും ശരീരം ശരീരം കൊണ്ട് നടത്താൻ മാത്രം ഉപകരിക്കുന്ന പഴങ്ങളും കിഴങ്ങും ഒക്കെ ആയിട്ട് ഒക്കെ മതി, ഞങ്ങൾക്ക് ഇതിൻ്റെ ഒന്നും ആവശ്യമില്ല എന്ന് നിങ്ങൾ പറഞ്ഞുകൊള്ളണം. അങ്ങനെ എല്ലാ കാര്യങ്ങളും പ്രത്യേകം പറഞ്ഞയച്ച് ആ താപസകുമാരന്മാർ, ലവകുശന്മാർ ആ യജ്ഞശാലയിലേക്ക് എത്തി. വാസരമുഖകൃത്യ കർമ്മങ്ങൾ അനുഷ്ഠിച്ച് ഭാസമാനന്മാരായ ബാലന്മാരിരുവരും താപസ ഭൂപാലക ഭൂദേവ സഭാമധ്യേ താപസകുമാരന്മാർ ഗാനവും ചെയ്താരല്ലോ. വാസരമുഖകൃത്യ കർമ്മങ്ങൾ അനുഷ്ഠിച്ച് ദിനകൃത്യങ്ങളൊക്കെ കഴിഞ്ഞിട്ട് ഭാസമാനന്മാരായ അത്യന്തം തേജോരൂപന്മാരായ ആ കുമാരന്മാർ, താപസന്മാരും രാജാക്കന്മാരും ബ്രാഹ്മണന്മാരും ഒക്കെ ഉപവിഷ്ടരായ ആ സഭാമധ്യത്തിൽ രാമായണം ഗാനം ചെയ്യാൻ തുടങ്ങി. കാവ്യമെത്രയും മനോമോഹനം നാനാജനശ്രാവ്യമെന്നാശു രാമഭദ്രനും കേട്ട നേരം ബാലകന്മാരെ വരുത്തിയിടുകന്നരുൾ ചെയ്തു നീലനീരജ നേത്രനേരം അമാത്യന്മാർ താപസബാലന്മാരെ വരുത്തിയതു നേരം ഭൂപതി തിലകനെ വന്ദിച്ചാരവർകളും. ഈ മനോഹരമായ കാവ്യം, മനോമോഹനം, മനസ്സിനെ രഞ്ജിപ്പിക്കുന്നതാണ്. നാനാജനശ്രാവ്യം, നാനാജനങ്ങൾക്കും ഇത് കേൾക്കേണ്ടതാണ്, നാനാജനങ്ങളും കേൾക്കേണ്ടതാണ്. അപ്പോൾ ഈ കാവ്യത്തെ മനോഹരമായി പാടിയ ആ കുമാരന്മാരെ ഉടനെ വരുത്തുക എന്ന് രാമദേവൻ അമാത്യന്മാരോട് പറഞ്ഞു. ഉടനെ അവരത് ചെയ്തു. ഉടൻ തന്നെ ലവകുശന്മാർ പോയി രാമദേവനെ വന്ദിച്ചു. ഇവിടെ കുമാരന്മാർക്ക് അറിയില്ല അവർ അച്ഛനെയാണ് വന്ദിക്കുന്നതെന്ന്. അതുപോലെ അച്ഛനും അറിയില്ല തൻ്റെ മക്കളാണ് മുന്നിൽ നിൽക്കുന്നതെന്ന്. ഉടനെ ഗാനം ചെയ്യുന്നു നിയോഗിച്ചതു കേട്ട നേരം ആനന്ദം പൂണ്ടു ഗാനം ചെയ്തിതു ബാലന്മാരും. ആ മനോഹര കാവ്യത്തെ ഇനിയും ഗാനം ചെയ്താലും എന്ന് രാമദേവൻ ലവകുശന്മാരോട് പറഞ്ഞു. അവർ ആ കാവ്യം ഗാനം ചെയ്യാൻ തുടങ്ങി. ചൊല്ലിനാരിരുപതു സർഗവുമന്നു തന്നെ കല്യാണപ്രദം രാമചരിതം മനോഹരം. ആ കോമളന്മാരായ മുനികുമാരന്മാർ രാമായണത്തിലെ 20 സർഗം എന്താ കർണമധുരമായി അവിടെ ഗാനം ചെയ്തു. കല്യാണപ്രദമാണ്, മംഗളപ്രദമാണ്. എത്രയും ചിത്രം ചിത്രം ബാലന്മാർക്കിരുവർക്കും ചിത്തസന്തോഷം വരുമാറുടൻ കൊടുക്കണം. സ്വർണവും 18,000 എന്നതു കേട്ടു സുവർണമായ പൊന്നു കൊടുത്താരതു നേരം. ഓ,
ആ ഗാനം എല്ലാവരും ഹർഷപുളകിതരായി അത് കേട്ട്. രാമദേവൻ പറയുകയാണ്, ഈ കോമള ബാലന്മാർക്ക് മനസ്സ് തൃപ്തിപ്പെടുമാറ് 18,000 സ്വർണം കൊടുക്കണമെന്ന്. അപ്രകാരം ചെയ്തപ്പോൾ ഫലമൂലങ്ങൾ ഒഴിഞ്ഞെന്തിനു ഞങ്ങൾക്കിത് ഫലമില്ലിവ കൊണ്ട് ഞങ്ങൾക്കെന്നറിഞ്ഞാലും. അയ്യോ, ഇതുകൊണ്ട് ഞങ്ങൾക്ക് യാതൊരു ഫലവുമില്ല. ഞങ്ങൾ മുനികുമാരന്മാരാണ്. ഫലമൂലാദികൾ മാത്രം ഭക്ഷിക്കുകയും മരവൊരി കൊടുക്കുകയും ചെയ്യുന്ന ഞങ്ങൾക്ക് എന്തിനീ സ്വർണ്ണാഭരണങ്ങൾ അല്ലെങ്കിൽ ഈ ധനധാന്യാദികൾ? അതു കേട്ടവരവർ ബഹുമാനിച്ചേറ്റം അതുല ഗുണവാന്മാരിവരെന്നറിഞ്ഞാലും. അത് കേട്ടപ്പോൾ എല്ലാവരും എന്താണ് പറയുന്നത്? ഓ, അതുല ഗുണവാന്മാർ, ഇവരെ പോലെ ഗുണമുള്ളവർ മറ്റാരും ലോകത്തിലില്ല. സാരസവിലോചനൻ ബാലന്മാരോട് ചൊന്നാൻ, ആരിതു ചമച്ചത് നിങ്ങളാരിരുവരും? ചമച്ച കവിശ്രേഷ്ഠൻ എവിടെ വസിക്കുന്നു? സമസ്ത വൃത്താന്തവും ചൊൽവിനെന്നത് നേരം. എന്തോ ഇതിൻ്റെ ആ പ്രത്യേകത രാമദേവനെ വല്ലാതെ ആകർഷിച്ചു. സാരസവിലോചനൻ, താമരക്കണ്ണനായ രാമദേവൻ ഉടനെ ബാലന്മാരെ അടുത്ത് വിളിപ്പിച്ചു. അവരെ അടുത്ത് ചെന്നു. എന്നിട്ട് അവരോട് ചോദിക്കുകയാണ്, നിങ്ങൾ ആരാണ്? ഇതാരാണ് ഈ കാവ്യം ചമച്ചത്? ആ ചമച്ച കവിശ്രേഷ്ഠൻ, ഇതെഴുതിയ ആ കവിശ്രേഷ്ഠൻ എവിടെയാണ് താമസിക്കുന്നത്? സമസ്ത വൃത്താന്തവും ചൊൽവിൻ എന്നതു നേരം. ഇക്കാവ്യം ചമച്ചത് വാൽമീകി മഹാമുനി. സർഗവും 500 മുനി ശിഷ്യന്മാർ ഞങ്ങൾ. ഈ മനോഹരമായ കാവ്യത്തെ രചിച്ചത് വാൽമീകി മുനിശ്രേഷ്ഠനാണ്. അദ്ദേഹത്തിന്റെ ശിഷ്യരാണ് ഞങ്ങൾ. 500 സർഗമുണ്ട് ആ രാമായണത്തിൽ. അതിൽ 20 എന്ന് ചൊല്ലിയിട്ടുള്ളൂ, എന്ന് പാടിയിട്ടുള്ളൂ. ഗോമതീ തീരെ മുനീന്ദ്രാശ്രമേ വസിക്കുന്നു. കോമളമായ കാവ്യം കേൾക്കണമെന്നാകിലോ. യജ്ഞകൃത്യാനന്തരം മധ്യാഹ്നം കഴിഞ്ഞാൽ ഇതജ്ഞാന വിനാശനം കേൾപ്പിക്കാമഖിലവും. ആ കവിശ്രേഷ്ഠൻ ഗോമതീ നദിയുടെ തീരത്തുള്ള തന്റെ ആശ്രമത്തിലാണ് വസിക്കുന്നത്. 20 സർഗമേ ചൊല്ലിയിട്ടുള്ളല്ലോ. ബാക്കി ഈ അജ്ഞാന വിനാശനമായ, മായയെ നീക്കുന്ന, മുക്തിയെ പ്രദാനം ചെയ്യുന്ന ഈ കാവ്യത്തിന്റെ ബാക്കി ഭാഗം യജ്ഞം കഴിഞ്ഞതിന് ശേഷം, മധ്യാഹ്നം കഴിഞ്ഞാൽ ഉച്ചയ്ക്ക് ശേഷം ഞങ്ങൾ കേൾപ്പിക്കാം. മന്നവൻ അത് കേട്ടു. പിറ്റേന്നാൾ അത് കേൾപ്പാൻ തന്നുടെ ബന്ധുക്കളും ആയൊരും പെട്ടാനല്ലോ. ഇത് കേട്ട് രാമദേവൻ അടുത്ത ദിവസം എല്ലാ ബന്ധുക്കളും അയോധ്യാവാസികളും എല്ലാവരും ഈ യാഗശാലയിൽ എത്തിക്കൊള്ളണം എന്ന് വിളംബരം ചെയ്തു. ഈ രാമായണം കേൾക്കാനായിട്ട് യജ്ഞശാല ജനനിബിഡിതമായി. കൈകേയി തനയാദി സോദര വീരന്മാരും സാകേതവാസികളും മന്ത്രികൾ സാമന്തന്മാർ നാനാദേശന്മാരായ ഭൂപാല വീരന്മാരും വാനരകദംബവും രാക്ഷസപ്രവരരും
താപസവരന്മാരും ബ്രാഹ്മണ നികരവും വ്യാപാര നിരതന്മാരാകിയ വൈശ്യന്മാരും പാദജാതികളായ നാനാവർണികൾ ചുഴന്നാദരാൽ ആസ്ഥാന സിംഹാസനേ മരുവിനാർ. അപ്പോഴേക്കും അവിടെ എന്താ പറയുന്നത്? രാജബന്ധുക്കൾ, മറ്റ് മന്നവന്മാർ, സാമന്തന്മാർ, താപസന്മാർ, ബ്രാഹ്മണന്മാർ, വ്യാപാരികൾ, ഉദ്യോഗസ്ഥന്മാർ, മന്ത്രിമാർ, സേനാപതികൾ, സ്ത്രീജനങ്ങൾ, അന്തപുരത്തിലെ എല്ലാ റാണിമാരും, അങ്ങനെ അവരുടെ ആ ദാസിമാരും എന്ന് വേണ്ട ആരും എങ്ങും ഇല്ല. എല്ലാവരും ആ സഭാമണ്ഡലത്തിലേക്ക് എത്തിക്കഴിഞ്ഞു. സരസമായ കാവ്യം കേട്ടൊരു മഹാജനം പരമാനന്ദം പൂണ്ടു ചമഞ്ഞിതെല്ലാവരും. വളരെ വ്യക്തവും സമ്പുഷ്ടവും ഗാനാത്മകവുമായ ആ രാമായണ കാവ്യം ആ മുനികുമാരന്മാർ ഗാനം ചെയ്യാൻ തുടങ്ങി. ആളുകൾ എല്ലാം ഭക്തി ലഹരിയിൽ ആറാടിപ്പോയി. അങ്ങനെ ചില ദിനം കേട്ടിതു രാമായണം, മംഗളപ്രദം മോക്ഷസാധനം മനോഹരം. അങ്ങനെ ആ രാമായണം മുഴുവനും 500 സർഗവും ആ യജ്ഞശാലയിൽ ഗാനം ചെയ്യപ്പെട്ടു. എല്ലാവരും ആനന്ദലഹരിയിൽ ആറാടി കഴിയുകയാണ്. ഇനിയും സീതയുടെ തിരോധാനമാണ് പാരായണം ചെയ്യേണ്ടുന്നത്. നമ്മൾക്ക് അത് അടുത്ത ദിനം പാരായണം ചെയ്ത് പഠിക്കാം. എല്ലാ സജ്ജനങ്ങൾക്കും എൻ്റെ പ്രണാമങ്ങൾ ഒരിക്കൽ കൂടി അർപ്പിച്ചുകൊണ്ട് ഇന്നത്തെ പഠനം ഇവിടെ സമ്പൂർണമാക്കുന്നു. ജാനകീകാന്തസ്മരണം ജയ ജയ രാമ രാമ. പൂർണ്ണമദഃ പൂർണ്ണമിദം പൂർണ്ണാത് പൂർണ്ണമുദച്യത്തെ പൂർണ്ണസ്യ പൂർണ്ണമാദായ പൂർണ്ണമേവാവശിഷ്യത്തെ. ഓം ശാന്തി ശാന്തി ശാന്തി.